കരിമ്പുലികളുടെ കാട്ടില് അവരുടെ കുറെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞൊരു യാത്രയായാലോ ഇപ്രാവശ്യം. കർണാടകയിലെ ഭദ്ര ടൈഗർ റിസർവിലെ സഫാരിയുടെ സ്റ്റോറിയാണിത്. കരിമ്പുലി മാത്രമല്ല, ആനയും കാട്ടിയും കരടിയും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ദേ ഒരു നോർമൽ പുള്ളിപ്പുലി. ഇവരെയൊക്കെ കണ്ട് പിന്നെ നമ്മളൊരു ബോട്ടിങ്ങിനും കൂടെ പോകാന്ന് വെച്ചു. ഭദ്രയിലെ ജീപ്പ് സഫാരി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ ബോട്ടിങ്ങും. ഇതേ മരത്തിലൊരു പുലി ഇരിക്കുന്നു. ബോട്ടിങ്ങിന്റെ ഇടയിൽ കണ്ടതാണ് ഇതിനെ. അപ്പോൾ വെൽക്കം ടു പിക്കോളിൻസ്. ഈ ഭദ്രയിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നമുക്കൊന്ന് കാട് കയറി വരാം. നമ്മൾ രാവിലെ സഫാരി തുടങ്ങി. ഇതാണ് എൻട്രി ഗേറ്റ്. അത് പറഞ്ഞില്ലല്ലോ, നമുക്ക് ഈ ഭദ്രയിൽ 2 എൻട്രി ഗേറ്റ് ഉണ്ട്, ലക്കവള്ളി ആൻഡ് മുത്തോടി. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലക്കവള്ളി ഗേറ്റിലാണ്. ഇവിടുത്തെ സഫാരി ടിക്കറ്റ് കൗണ്ടറിന്റെ ഒക്കെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. കുറച്ച് വന്നപ്പോഴേ അലാം കോൾ കേട്ട് വണ്ടി നിർത്തി ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ഈ ഏരിയയിൽ ലെപ്പേർഡ് മൂവ്മെന്റ് നന്നായിട്ടുള്ള സ്ഥലമാണത്ര. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒന്നും കാണാഞ്ഞുകൊണ്ട് നമ്മൾ പോകാൻ തീരുമാനിച്ചു. ടൈഗർ ആയാലും ലെപ്പേർഡ് ആയാലും അതിരാവിലെ സമയത്ത് ഇവരുടെ മൂവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് മുമ്പിൽ ഒരു മരത്തിൽ പൈഡ് ഹോൺബിൽ ഇരിക്കുന്നത് കണ്ടു. പാണ്ടൻ വേഴാമ്പൽ. വെസ്റ്റേൺ ഗട്ട്സിൽ പ്രത്യേകിച്ച് മടിക്കേരി മുതൽ ഗോവ വരെ മിക്ക കാടുകളിലും ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു വേഴാമ്പലാണിത്. കേരളത്തിലും ഈ പൈഡ് ഹോൺബിൽ ഉണ്ടെങ്കിലും വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ. ഇനി ഇവിടുത്തെ സഫാരിയുടെ ഓപ്ഷൻസ് പറയാം. കർണാടകയിലെ ബാക്കി ഫോറസ്റ്റുകളിലൊക്കെ ഉള്ള പോലെ തന്നെ JLRും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സഫാരിയും, അങ്ങനെ 2 സഫാരി ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ JLR പതിവ് പോലെ സ്റ്റേയും സഫാരിയും കൂടെയുള്ള പാക്കേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ വെബ്സൈറ്റ് വഴി അത് ബുക്ക് ചെയ്യാം. അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 3 മണിക്കൂറാണ് അവരുടെ ഒരു സഫാരി. ഇനി അടുത്തത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സഫാരിയാണ്. അത് രാവിലെ 1.5 മണിക്കൂർ വീതമുള്ള 2 സഫാരിയും ഈവനിങ്ങും അതുപോലെ തന്നെ 1.5 മണിക്കൂർ വീതമുള്ള 2 സഫാരിയാണുള്ളത്. 700 രൂപയാണ് ഒരു സഫാരിയുടെ ഒരാളുടെ ചാർജ്. പിന്നെ 700 രൂപ ക്യാമറ ഫീ എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ. ഇതേ നമ്മള് ഭദ്ര ഡാമിന്റെ റിസർവോയറിന്റെ അടുത്തെത്തി. ഈവനിങ് ഒക്കെ ലെപ്പേർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അനിമൽസ് ഒക്കെ വെള്ളം കുടിക്കാൻ വരാൻ സാധ്യതയുള്ള സ്ഥലമാണിത്. ഇപ്പൊ കുറച്ച് പുള്ളിമാനുകൾ മാത്രമേ ഉള്ളൂ. ഇത് ലെസർ അഡ്ജറ്റന്റ് സ്റ്റോർക്ക് എന്ന വയൽനായ്ക്കനാണ്. IUCNന്റെ യെല്ലോ കാറ്റഗറിയിലുള്ള ലോകത്താകെ ഒരു 5000-ഓളം എണ്ണം മാത്രം അവശേഷിക്കുന്ന ഒരു പക്ഷിയാണിത്. സിംഗപ്പൂരിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും വംശനാശം സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ഇവര് ചൈന, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലും എണ്ണമൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണത്രേ. ഒരു കൂട്ടം പുള്ളിമാനുകൾ രാവിലെ ഡാമിന്റെ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട്. മിക്കവാറും ഇന്നലെ രാത്രിയൊക്കെ ഇവർ ഇവിടെ തന്നെയാവും ഉണ്ടാവുക. ഈ മാനുകളും കാട്ടികളും ഒക്കെ രാത്രി ഇങ്ങനെ തുറസായ സ്ഥലത്താവും മിക്കവാറും വന്ന് നിൽക്കുക. കടുവയോ പുലിയൊക്കെ ആക്രമിക്കാൻ വന്നാലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും വരുന്നതൊക്കെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇവർ വന്ന് നിൽക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സഫാരി. ഒരു ജീപ്പിൽ 10 പേര് വരെ ഉണ്ടാവും കേട്ടോ ഇവിടെ. അതുപോലെ വീക്ക് ഡേയ്സിൽ ചിലപ്പോൾ തിരക്കൊന്നും ഇല്ലെങ്കിൽ നമ്മളൊരു മിനിമം 6 പേരുടെ ടിക്കറ്റ് എടുത്താൽ മാത്രമാണ് ഇവർ സഫാരിക്ക് കൊണ്ടുപോവുകയുള്ളൂ. പിന്നെ ഇവിടെ ഓൺലൈനിലും ടിക്കറ്റ് എടുക്കാം, അല്ലാതെ കൗണ്ടറിൽ നേരിട്ട് വന്നിട്ടും എടുക്കാൻ പറ്റും. ഈ ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതേ ഒരു അമ്മയും കുട്ടി. രാവിലെ ആദ്യത്തെ സഫാരി 6 to 7:30 അടുത്തത് 8 to 9. ഇതിൽ 6 മണിയുടെ സഫാരിക്ക് വന്നാൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുമ്പോഴേയുള്ള പുള്ളിമാനിൻ്റെ ഒക്കെ ഫോട്ടോസ് എടുക്കാം. വലിയ കൂട്ടങ്ങളൊക്കെ ഇവിടെ ചിലപ്പോൾ കാണാൻ പറ്റും. പുള്ളിമാൻ പോലെ തന്നെ ഒരുപാടുള്ള വേറെ അനിമൽസാണ് കാട്ടിയും കാട്ടുപന്നി. അപ്പോൾ കുറച്ചു നേരം അവരെ നോക്കി നിന്ന് പിന്നെ നമ്മൾ പോണ വഴിക്ക് ഒരു മരത്തിൽ ഒരു ജംഗിൾ ഔലറ്റ് ഇരിക്കുന്നു. സാധാരണ ബാക്കി മൂങ്ങകളൊക്കെ രാത്രി മാത്രം പുറത്തിറങ്ങുമ്പോൾ പകലും കാണാറുള്ള ഒരു മൂങ്ങയാണ് ഈ ചെമ്പൻ നത്ത്. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും ഇവരെ കാണാൻ പറ്റാറുണ്ട്. നമ്മൾ അവിടുന്ന് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഡ്രൈവറിനൊരു കോള് വന്നത്. കുറച്ച് പുറകിൽ ഒരു സൈഡിൽ ഒരു സൈറ്റിംഗ് ഉണ്ട് അത്രേ. പെട്ടെന്ന് പുള്ളി അവിടെ തന്നെ ഇട്ട് വണ്ടി തിരിച്ചു. എന്താ ഏതാതൊന്നും പുള്ളി നമ്മളോട് പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ.
അവിടെ എത്തിയപ്പോൾ ദേ ഒരു ബ്ലാക്ക് പാന്തറും ഒരു ലെപ്പേർഡും കളിക്കുന്നു. ജീവിതത്തിൽ ആദ്യത്തെ ബ്ലാക്ക് പാന്തർ സൈറ്റിംഗ്. 2 ആൺപുലികളാണ് ഇവര്, രണ്ടും സഹോദരന്മാരാണ്. അതിന്റെ ആ നോട്ടം കണ്ടോ? ഇവരെ കണ്ട രണ്ടും മെച്ചുവേർഡ് ആയിട്ടുള്ള അഡൽറ്റ് ലെപ്പേർഡ് ആണെന്നേ തോന്നുള്ളൂ. പക്ഷെ രണ്ടും 1 വയസ്സോളം മാത്രം പ്രായമുള്ള പുലിക്കുട്ടികളാണ്. ഇനി ഈ കരിമ്പുലികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പലർക്കും അറിയാവുന്ന പോലെ തന്നെ സാധാരണ പുള്ളിപ്പുലി തന്നെയാണ് കരിമ്പുലി. ചില പുലികൾക്ക് ജനറ്റിക്കലി ഉണ്ടാകുന്ന ഒരു മ്യൂട്ടേഷൻ കാരണമോ അല്ലെങ്കിൽ ഒരു സ്കിൻ ഇഷ്യൂ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബോഡിയിൽ മെലനിന്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് സ്കിൻ കൂടുതൽ ഡാർക്കായി വരുന്നത്. ഇതല്ലാതെ സ്വഭാവത്തിലും ജീവിത രീതിയിലും ഒന്നും ഒരു മാറ്റവും ഇല്ല. ഇവർ വേറെ സ്പീഷീസും അല്ല. ഒരു നോർമൽ ലെപ്പേർഡിന് ഉണ്ടാകുന്ന 2 കുട്ടികളിൽ ചിലപ്പോൾ ഒന്ന് ബ്ലാക്കും ഒന്ന് നോർമലും ആവാം. അല്ലെങ്കിൽ ഒരു പെൺ കരിമ്പുലിക്ക് ഉണ്ടാകുന്ന കുട്ടി ഒരു നോർമൽ പുള്ളിപ്പുലി ആവാം. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ കളറിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഈ 2 പുലികളും സഹോദരന്മാരാണെന്ന് പറഞ്ഞല്ലോ. ഇവര് 3 മക്കളാണ്. ഇത് 2 ആൺപുലികളും പിന്നെ ഒരു ഫീമെയിലും. ആ ഫീമെയിലും അമ്മയും മിക്കവാറും ഒളിച്ചായിരിക്കും ഉണ്ടാവുക. ആ അമ്മയും മോളെ മിക്കവാറും അങ്ങനെ കാണാൻ കിട്ടാറില്ല. എന്നാൽ ഈ 2 പേരും കുറച്ച് ബോൾഡായ ക്യാരക്ടറാണ് അത്ര. കർണൻ എന്നാണ് ഈ കരിമ്പുലിയുടെ പേര്. ഇതിനെ ഇങ്ങനെ എപ്പോഴും കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല കേട്ടോ. കാരണം ഒരു ലെപ്പേർഡ് അതിന്റെ അമ്മയോടൊപ്പം സാധാരണ ഒരു 1.5 വയസ്സ് വരെയൊക്കെയാണ് ഉണ്ടാവാറുള്ളൂ എന്നറിയാലോ. അത് കഴിഞ്ഞാൽ ഈ അമ്മയുടെ ഏരിയയിൽ നിന്ന് മാറി സ്വന്തം ടെറിട്ടറി ഉണ്ടാക്കി പോകണം. ഈ കരിമ്പുലി ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ അമ്മയുടെ ടെറിട്ടറിയിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇതിനെങ്ങനെ കാണാൻ പറ്റുന്നത്. അമ്മയുടെ നിന്ന് സെപ്പറേറ്റ് ആയി പോകുമ്പോൾ ചിലപ്പോൾ കാടിന്റെ വേറെ ഏരിയയിലേക്കൊക്കെ പോയാൽ പിന്നെ ഇതിനെ ഇനി കാണാൻ പോലും പറ്റിക്കൊള്ളണമെന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പുള്ളിപ്പുലിയും അത് കഴിഞ്ഞ് കരിമ്പുലിയും മൺതട്ടയുടെ അപ്പുറത്തേക്ക് പോയി. സോ നമ്മളും വണ്ടി എടുത്ത് അവിടുന്ന് പോകുന്നു. ഈ ബ്ലാക്ക് പാന്തറും ലെപ്പേർഡും ഒന്നാണെന്ന് പറയുമ്പോൾ ചിലർക്കൊരു ഡൗട്ട് തോന്നാം, അപ്പോൾ കരിമ്പുലിയെ എന്തിനാണ് പാന്തർ എന്ന് വിളിക്കുന്നതെന്ന്. ശരിക്കും ലെപ്പേർഡിനും പാന്തർ എന്ന് തന്നെയാണ് പറയുക. പാന്തറ ജനുസിൽപ്പെട്ട പാന്തറ പാർഡസ് എന്നാണ് ലെപ്പേർഡിന്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ കരിമ്പുലിയെ പ്രത്യേകിച്ച് ബ്ലാക്ക് പാന്തർ എന്നൊരു പവറിന് പറയുന്നു എന്ന് മാത്രം. ബ്ലാക്ക് ലെപ്പേർഡും എന്നും കരിമ്പുലിയെ പറയാറുണ്ട്. നമ്മളൊരു സഫാരിക്കൊക്കെ പോകുമ്പോൾ കാട്ടുകോഴി മസ്റ്റ് ആണല്ലോ. മിക്ക സഫാരിക്ക് പോയാലും ഇവരെ കാണാറുണ്ട്. ഇപ്രാവശ്യം പൂവൻ ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ അപ്പുറത്ത് ഒറ്റയ്ക്കല്ലാതെ ഒരു കൂട്ടം കാട്ടികളുണ്ട്. ഒരു 10-12 എണ്ണത്തിന്റെ കൂട്ടമാണത്. എന്തോ അലേർട്ടായ പോലെ എല്ലാവരും ശ്രദ്ധിച്ചാണ് നിൽക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് നമ്മളും വണ്ടി നിർത്തി ശ്രദ്ധിച്ചപ്പോൾ ദൂരെ നിന്ന് അലാം കോൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സഫാരി വണ്ടിക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തായിരുന്നില്ല ആ അലാം കോൾ കേട്ടെ. സോ ആ കേട്ട സ്ഥലത്തേക്ക് നമുക്ക് വണ്ടി കൊണ്ട് പോകാനും പറ്റില്ല. അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും 1-2 അലാം കോൾസ് ഇങ്ങനെ കേൾക്കുന്നു എന്നല്ലാതെ വേറെ മൂവ്മെന്റ് ഒന്നും ഉണ്ടായില്ല. സൈഡിലൊരു പാണ്ടൻ വേഴാമ്പൽ വന്നിരിക്കുന്നു. ഇത് ആണാണ്. പെണ്ണിന്റെ സൈസ് കുറച്ചും കൂടെ ചെറുതായിരിക്കും. പിന്നെ കണ്ണിന്റെ ചുറ്റും ഒരു വൈറ്റ് റിങ് പോലെ ഉണ്ടാവും പെണ്ണിന്. അതുപോലെ ഫീമെയിലിന് ബ്ലാക്ക് കണ്ണും ആണിന് റെഡ് കണ്ണുമാണ് ഉണ്ടാവുക. ഇന്നെന്തായാലും മൊത്തം ബ്ലാക്കുമയമാണ്. സഫാരി തുടങ്ങിയപ്പോൾ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൈറ്റ് ഹോൺബിലായിരുന്നു. പിന്നെ കാട്ടിയും കാട്ടുപന്നിയും കഴിഞ്ഞ് നല്ല അസല് കരിമ്പുലിയും കിട്ടി. കരിമ്പുലിയെ പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് നല്ല എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് കരിവീരൻ. പക്ഷെ കാട്ടിൽ കുളിപ്പിക്കാൻ ആരും ഇല്ലാത്ത കാരണം അത്ര കറുപ്പല്ല എന്ന് മാത്രം.
ഇതേ ഒരു ശിക്ര എന്ന പ്രാപ്പിടിയിനിരിക്കുന്നു. മിക്ക കാടുകളിലും നാട്ടിൻ പ്രദേശത്തും ഒക്കെ കാണാറുള്ള ഈ എർലാടൻ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കുന്ന കാര്യത്തിൽ ഫേമസ് ആണ്. നല്ല റെഡ് കളറിൽ തിളങ്ങുന്ന കണ്ണാണ് ഇവരുടെ പ്രത്യേകത. ഓന്തും അണ്ണാനും ചെറിയ പക്ഷികളെയൊക്കെ ഇവർ ആഹാരമാക്കാറുണ്ട്. അവിടുന്ന് നമ്മൾ വണ്ടി കൊണ്ട് പോകുന്ന വഴിക്ക് ഒരു ബാർക്കിംഗ് ഡിയർ ഓടിപ്പോണു. നമ്മുടെ വണ്ടി വരുന്ന കണ്ട് 2 കേഴമാനും കാടിനകത്തേക്ക് ഓടിപ്പോവാണ്. മനുഷ്യരെ കണ്ട ഉടനെ ഓടി മറയുന്നത് ഇവരുടെ ഒരു കോമൺ ആയിട്ടുള്ള സ്വഭാവമാണ്. വളരെ റെയർ ആയിട്ടാണ് ഈ കേഴമാൻ എവിടെയെങ്കിലും നിന്ന് വരാറുള്ളൂ. നമ്മൾ അപ്പോൾ സഫാരി കണ്ടിന്യൂ ചെയ്യാണ്. പിന്നെ ഞാൻ ആദ്യം ഒരു സഫാരി 1.5 മണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നല്ലോ. ശരിക്ക് സഫാരി തുടങ്ങുമ്പോൾ തന്നെ ഒരു 15 മിനിറ്റോളം പോവും. ഒരു മണിക്കൂർ കാട്ടിലൂടെയൊക്കെ ഒന്ന് കറങ്ങുമ്പോഴേ തിരിച്ചിറങ്ങാനും സമയമായിട്ടുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട്. 2 സഫാരി അടുപ്പിച്ച് ബുക്ക് ചെയ്യുക. പക്ഷെ ഒരു വണ്ടിയിലുള്ള 10 പേരും ഇതേപോലെ 2 സഫാരി അടുപ്പിച്ച് ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു 8 പേര് 2 സഫാരിയുടെ ടിക്കറ്റ് എടുത്തിട്ട് 2 പേര് മാത്രം ഒരു സഫാരിയാണ് ബുക്ക് ചെയ്യുന്നെങ്കിൽ അവരെ തിരിച്ചിറക്കാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ച് സഫാരി സെന്ററിലേക്ക് വരും. സോ ഒരു ജീപ്പ് മൊത്തം 2 സഫാരി ബുക്ക് ചെയ്താൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3 മണിക്കൂറോളം കാടിനകത്ത് കൂടെ കറങ്ങാം. അങ്ങനെ ലോങ് സഫാരിക്ക് പോകുമ്പോൾ ഇടയ്ക്ക് വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ ഇവിടെ ഒരു ഫോറസ്റ്റ് ക്യാമ്പ് ഷെഡ് ഉണ്ട്. ഇത് വെറും ഒരു ക്യാമ്പ് ഷെഡ് എന്ന് പറയാൻ പറ്റില്ല. ഫോറസ്റ്റ് ഓഫീസേഴ്സിനൊക്കെ വന്നാൽ താമസിക്കാൻ പറ്റുന്ന പോലെ ഒരു പഴയ ബംഗ്ലാവാണ്. ഇവിടെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് വാഷ്റൂം ബ്രേക്കൊക്കെ ഉണ്ടാവും സഫാരിയുടെ ഇടയിൽ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സാമ്പാർ ഡിയർ നിൽക്കുന്നു. മെയിലാണ്, വലിയ കൊമ്പൊക്കെ ഉണ്ട്. എന്തോ കാര്യമായിട്ട് അയവർത്തോട്ടിരിക്കുകയാണ് കക്ഷി. വീണ്ടും സഫാരിയുടെ ഇടയിൽ അലാം കോൾ കേട്ട് നമ്മൾ വണ്ടി നിർത്തി. ഒരു പരുന്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സർപ്പൻറ്റീകൾ എന്ന ചുട്ടിപ്പരുത്തിന്റെ ജുവനയിൽ. പുള്ളിമാനിന്റെയും ലങ്കൂറിന്റെ ഒക്കെ അലാം കോൾസ് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്നെങ്കിലും പ്രത്യേകിച്ച് അവിടെ ഒന്നിനെയും കാണുന്നില്ല. അപ്പോൾ വെറുതെ ഈ പരുന്തിനെയും ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പുറത്തെ ഒരു മലബാർ ജെയിൻ സ്ക്വറൽ എന്ന മലയണ്ണാനും ഇരിക്കുന്നു. കേരളത്തിൽ കാണുന്ന മലയണ്ണാനുമായിട്ട് ഇവർക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ കാട്ടിലുള്ളത് കുറച്ചും കൂടെ ഡാർക്ക് കളറാവും. ഇത് ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഒരു ചെമ്പൻ കളറാണ്. സാധാരണ കാട്ടിൽ എന്തെങ്കിലുമൊക്കെ അനക്കം കേട്ടാൽ ഉടനെ അലാങ്കോള് കൊടുക്കുന്നവരാണ് മലയണ്ണാൻ. പ്രത്യേകിച്ച് പുലിയോ ടൈഗറൊക്കെ വന്നാൽ ഉടനെ ഇവരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നേക്കാം. ഇത് വൈറ്റ് ഐ ബസാർഡ് എന്ന വെള്ളക്കണ്ണിപ്പരുന്താണ്. ഒട്ടും വംശനാശ ഭീഷണി ഇല്ലാത്ത ഇന്ത്യയിലെ ഒട്ടുമിക്കവാറും കാടുകളിലൊക്കെ കാണുന്ന ഒരു പരുന്താണ് ഈ വെള്ളക്കണ്ണി. ഇത് ജുവനയിലാണ്. അഡൽറ്റിന്റെ കണ്ണ് തൂവെള്ള കളറായിരിക്കും. അതുപോലെ ബോഡിയും കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ ഷെയ്ഡായി വരും. വീണ്ടും ബാർക്കിംഗ് ഡിയർ. ഇവര് ഇടയ്ക്ക് പട്ടിയൊക്കെ കുരയ്ക്കുന്ന പോലെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ബാർക്കിംഗ് ഡിയർ എന്ന പേര് വന്നതെന്ന് അറിയാലോ. പൊതുവെ ബാർക്കിംഗ് ഡിയർ എന്ന് പറയുമെങ്കിലും ഇവരുടെ ശരിക്കുള്ള പേര് സൗത്തേൺ റെഡ് മുൻജാക്ക് ആണ്. പൊതുവെ തിക്ക് ഫോറസ്റ്റുകളിൽ മാത്രമല്ലാതെ ഗ്രാമങ്ങളോട് ചേർന്നിട്ടുള്ള കാടുകളിലും ഇവരുണ്ടാവാറുണ്ട്. അവിടെ കുറച്ച് കാട്ടികളും കുട്ടികളും നിൽക്കുന്നു. കാട്ടികൾ പോത്ത് വിഭാഗമല്ല എന്ന് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പശു വർഗമായിട്ടാണ് ഇവർക്ക് കൂടുതൽ സാമ്യം. ബഫല്ലോ എന്ന പോത്തുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവുമില്ല. ഈ കുട്ടികളെ കണ്ടോ, ശരിക്കും പശുക്കുട്ടികളെ പോലെ തന്നെ തോന്നും ഈ പ്രായത്തിൽ കണ്ട. ഇവർക്ക് പ്രായം കൂടുന്നതിനനുസരിച്ചാണ് സ്കിന്ന് ഒന്നും കൂടെ ഡാർക്കായി വരിക. കാടൊക്കെ ആകെ ഡ്രൈ ആയിരിക്കുകയാണ്. നമ്മുടെ ഈ യാത്ര ഫെബ്രുവരി എൻഡിലായിരുന്നു കേട്ടോ. മൺസൂണൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ ഡ്രൈ ആവാൻ തുടങ്ങി എല്ലാ കാടുകളും. കാട് ഉണങ്ങി തുടങ്ങുമ്പോൾ ഒന്നും കൂടെ അനിമൽസിനെയൊക്കെ കാണാൻ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഡാം റിസർവോയർ ഏരിയയിലൊക്കെ മിക്കവാറും അനിമൽസ് വെള്ളം കുടിക്കാനൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഡാം ഏരിയയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ്. വെള്ളത്തിന്റെ സൈഡിലെത്തിയപ്പോൾ കുറച്ച് റിവർ ടേൺ എന്ന പുഴയാളയുണ്ട് ഇവിടെ. ഈ ഡാമില് മിക്ക സമയത്തും ഒരുപാട് ആളപ്പക്ഷികളെ ഇങ്ങനെ കാണാം. പ്രധാന ഉപജീവനമാർഗം ഫിഷിംഗ് ആയിട്ടുള്ള ഇവര് ഇങ്ങനെ വെള്ളത്തിന്റെ സൈഡിലൊക്കെ കൂട്ടമായിട്ട് കൂടുണ്ടാക്കി മുട്ടയിടുകയാണ് ചെയ്യുക.
ഈ വെള്ളത്തിന് സൈഡിൽ ഒരു മുതല കിടക്കുന്നു. ഇവിടെ മുതലെ കാണുന്നത് അത്ര കോമൺ ഒന്നും അല്ല കേട്ടോ. പക്ഷെ എന്റെ കഴിഞ്ഞ യാത്രയിലും ഞാൻ ഇവിടുന്ന് മുതലെ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പത്തെ ഈ ഭദ്രയിലേക്കുള്ള യാത്ര 3 വർഷം മുമ്പായിരുന്നു കേട്ടോ. അതായത് 2023 ജനുവരിയിൽ. അന്നും നമ്മൾ ഈ ഫോറസ്റ്റിനെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷെ കുറച്ച് മഴയൊക്കെ പെയ്ത ഒരു പച്ചപ്പുള്ള സമയമായിരുന്നു. നമ്മുടെ രാവിലത്തെ സഫാരി 9:30 വരെയാണ്. പക്ഷെ ചിലപ്പോൾ ഒരു 10 മണി വരെയൊക്കെ ഡ്രൈവർമാർ കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ 9 മണി ആവാറായി. അപ്പോൾ ഇത് 2 കരടികൾ. നമ്മളാണെങ്കിൽ മനസ്സിൽ മൊത്തം ആ കരിമ്പുലി ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് കറുത്ത എന്തിനേയും പെട്ടെന്ന് കാണും. ഒരു പാറക്കല്ല് കണ്ടാൽ പോലും അത് കരിമ്പുലിയാണോ എന്നാണ് നോക്കുന്നത്. ഇത് പിന്നെ 2 എണ്ണം ഉണ്ടായിരുന്നുകൊണ്ട് കരിമ്പുലിയാണോ എന്നുള്ള സംശയം വന്നില്ല. ഇത് 2 കരടിക്കുട്ടികളാണ്. അഡൽട്സ് ആയിട്ടുള്ള കരടികൾ ഒരുമിച്ച് നടക്കാറില്ല. സ്വന്തമായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ടെറിട്ടറി ഒന്നും ഉണ്ടാക്കില്ലെങ്കിലും കരടികൾ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നവരാണ്. അവർ നടന്നങ്ങനെ കാടിനകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ വീണ്ടും ഒരു ശിക്ര. ഈ ശിക്ര എന്ന പ്രാപ്പിഡിയനെയും വൈറ്റ് ഐ ബസാർഡ് എന്ന വെള്ളക്കണ്ണി പരുന്തിനെയും ഭദ്ര ഫോറസ്റ്റിൽ മിക്കവാറും കാണാമെന്നാണ് ഗൈഡ് പറഞ്ഞത്. എന്തൊക്കെ പരുന്തിനെ കണ്ടാലും സർപ്പന്റ് ഈഗിളിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഒരു മരത്തിൽ 2 ഈഗിൾ ഇരിക്കുന്നു. പിന്നെ ഞാൻ 3 വർഷം മുമ്പ് ഇവിടെ സഫാരിക്ക് വന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ. അന്ന് 3 മണിക്കൂറായിരുന്നു ഒരു സഫാരി. അതുപോലെ ക്യാമറ ഫീ ഒന്നും വന്ന് വാങ്ങാറില്ല. പക്ഷെ ഇപ്പോൾ ക്യാമറ ഫീ ഒക്കെ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ 1 മണിക്കൂർ മാത്രമേ കാട്ടിൽ ഉണ്ടാവൂ എന്നുള്ളതുകൊണ്ട് അനിമൽ സൈറ്റിങ് ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ. വീണ്ടും കുറച്ച് കാട്ടി നിൽക്കുന്നു. നമ്മൾ ഒരു ഏരിയ ഒന്ന് കറങ്ങി വന്നപ്പോൾ ഇത് നേരത്തെ കണ്ട അതേ ടീം തന്നെയാണ് ഇവിടെ എത്തിയതെന്ന് തോന്നുന്നു. പക്ഷെ പെട്ടെന്നാണ് കാട്ടിൽ നിന്നൊരു പുള്ളിമാന്റെ അലാങ്കോള് കേട്ടെ കാട്ടികളൊക്കെ അങ്ങോട്ട് ശ്രദ്ധിക്കുക. ആ അലാങ്കോള് കേട്ട സ്ഥലത്തേക്ക് ഇന്ന് ചെന്ന് നോക്കിയപ്പോൾ ഒരു മരത്തിന്റെ താഴെ കിടക്കുകയാണ് ഒരു ലെപ്പേർഡ്. കുറച്ച് ദൂരെ ആയിട്ടാണ് കേട്ടോ ഇത്. ഈ സഫാരി ഏരിയയിൽ ഓൾമോസ്റ്റ് ഒരു 10 പുള്ളിപ്പുലികളോളം ഉണ്ട് അത്ര. അത് മാത്രമല്ല ടൈഗറിന്റെ അത്ര ആക്റ്റീവായിട്ടുള്ള പ്രസൻസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ലെപ്പേർഡ് ഓപ്പൺ ആയ സ്ഥലത്ത് കൂടെയൊക്കെ ഇറങ്ങി നടക്കാറുമുണ്ട്. സോ ലെപ്പേർഡ് സൈറ്റിംഗ് കിട്ടാൻ ഇവിടെ അത്ര ഒരു ബുദ്ധിമുട്ടില്ല. ഇത് 10 വയസ്സോളം പ്രായമുള്ള ബജ്രംഗി എന്ന മെയിൽ ലെപ്പേർഡാണ്. ദൂരേന്ന് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും അത്ര ചെറിയൊരു പുള്ളിപ്പുലി അല്ല ഇവൻ. ഇവിടെ ടൈഗർ സൈറ്റിംഗ് കിട്ടാൻ അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. ലെപ്പേർഡിനെ തന്നെയാണ് സാധ്യത കൂടുതൽ. അപ്പോൾ പുള്ളിപ്പുലിയുടെ നല്ല പടങ്ങൾ എടുക്കാൻ ഈ ഭദ്ര സഫാരിയാണ് നല്ല ഓപ്ഷൻ എന്ന് വിചാരിക്കരുത് കേട്ടോ. അത് ഉത്തരാഖണ്ഡിലെ രാജാജി തന്നെയാണ്. ഇവിടെ ഒരു 4 ദിവസം നിന്ന് സഫാരി എടുക്കുന്ന കാശിന് നമുക്ക് രാജാജിയിൽ ഡെഡിക്കേറ്റഡ് ജിപ്സിയിൽ പോയി സഫാരി എടുത്താൽ ഇതിനേക്കാൾ കൂടുതൽ പുള്ളിപ്പുലികളെ അവിടെ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. എന്നാൽ നിങ്ങൾ ബ്ലാക്ക് പാന്തറിനെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ആദ്യം ഓർക്കേണ്ടത് ഈ ഭദ്രയുടെ അടുത്ത് എവിടെയും സ്റ്റേയോ റെസ്റ്റോറൻറ്റോ ഒന്നുമില്ല. ഒരു 3 കിലോമീറ്റർ പോകണം ഭക്ഷണം കിട്ടാനോ സ്റ്റേ എടുക്കാനൊക്കെ. പിന്നെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചും സ്റ്റേയെ കുറിച്ചും ഒക്കെ വഴിയെ പറഞ്ഞുതരാം. അടുത്തത് ഒരു ആന. നല്ല നീളൻ കൊമ്പൊക്കെയുള്ള ഒരു ഉശിരൻ ആന നമ്മുടെ വണ്ടിയൊന്നും മൈൻഡ് ചെയ്യാതെ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ഇതിന്റെ 2 കൊമ്പിനും ഒരേ സൈസ് അല്ല കേട്ടോ. ഒരു കൊമ്പ് ചെറുതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സഫാരി കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഗേറ്റിന്റെ അടുത്തെത്തിയപ്പോൾ പാണ്ടൻ വേഴാമ്പൽ ഒരു പേരമരത്തിൽ നിന്ന് പേരയ്ക്ക കഴിക്കുന്നു. ഇത് മെയിലും ആ പുറകിലുള്ളത് ഫീമെയിൽ ഹോൺബില്ലുമാണ്. അതിന്റെ ആ കണ്ണിന് ചുറ്റുമുള്ള വെള്ള റൗണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ നമ്മുടെ സഫാരി കഴിഞ്ഞ് ഉച്ചയ്ക്ക് റെസ്റ്റൊക്കെ എടുത്ത് ഉച്ച കഴിഞ്ഞുള്ള ബോട്ടിംഗ് എടുക്കാൻ തീരുമാനിച്ചു. സഫാരി പോലെ തന്നെ ബോട്ടിങ്ങും 1.5 മണിക്കൂർ വീതമാണുള്ളത്. അതിൻ്റെ എൻട്രി ടിക്കറ്റ് ഒക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. 700 രൂപയാണ് ഒരാളുടെ ചാർജ്. 18 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഈ ബോട്ടിലാണ് നമ്മുടെ സഫാരി. നമ്മളൊരു 10-12 പേരുണ്ടായിരുന്നു. എല്ലാവരും കൂടെ കയറി ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ആ സഫാരി സെന്ററിന്റെ അവിടെ നിന്ന് ഒരു ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ ഉള്ളൂ ഈ ബോട്ടിംഗ് ഏരിയയിലേക്ക്. ഇവിടെ JLRന്റെ റിസോർട്ടൊക്കെ ഉള്ള സൈഡിലാണ് ഈ ബോട്ടിംഗ് ലൊക്കേഷൻ. ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
പോകുന്ന വഴിക്ക് നമുക്ക് JLR റിസോർട്ട് കാണാം. ഈ ഡാമിനെ ഫേസ് ചെയ്തിട്ടാണ് ഓരോ കോട്ടേജും പണിതിട്ടുള്ളത്. ഇവിടെ അങ്ങനെ ഈ കോട്ടേജ് നിൽക്കുന്ന സ്ഥലത്ത് അനിമൽ സൈറ്റിങ്ങിന് അങ്ങനെ ചാൻസ് ഉള്ള ഏരിയ ഒന്നുമല്ല. നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാന്ന് മാത്രം. നമ്മളങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ ആദ്യം കണ്ടത് ലെസർ ഫിഷ് ഈഗിൾ എന്ന ചെറിയ മീൻ പരുന്തിനെയാണ്. കേരളം മുതൽ ഹിമാലയത്തിന്റെ സൈഡിലുള്ള തടാകങ്ങൾ വരെ ഈ പരുന്തിനെ കാണാറുണ്ട് അത്ര. നമ്മുടെ ഭദ്രയിലെ JLR റിസോർട്ടിന്റെ പേര് റിവർടേൺ ലോഡ്ജ് എന്നാണ് കേട്ടോ. കാരണം ഇവിടെ ഇങ്ങനെ ഒരുപാട് റിവർടേൺ പക്ഷികളെ കാണാം. കൂട്ടമായിട്ട് എല്ലാം കൂടെ പറക്കുന്നതും എവിടെയെങ്കിലും ഒരു മീനിനെ കണ്ട എല്ലാം കൂടെ വന്ന് അതിനെ കൊത്താൻ നോക്കുന്നതും ഒക്കെ ഈ ഭദ്രയിൽ കോമൺ ആയിട്ട് കിട്ടുന്ന സൈറ്റിങ്സ് ആണ്. ഞാൻ ഇപ്രാവശ്യം വന്ന് സ്റ്റേ ചെയ്തത് JLRലല്ല, സഫാരി സെന്ററിന്റെ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരത്തുള്ള മല്ലികനഹള്ളി എന്ന സ്ഥലത്തെ വൃന്ദാവന ഗസ്റ്റ് ഹൗസിലാണ്. അവിടുത്തെ ലൊക്കേഷനും കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫാമിലി ആയിട്ടൊക്കെ താമസിക്കാൻ പറ്റിയ ഡീസന്റ് ആയിട്ടുള്ള റൂമാണത്. അതിന്റെ ഉള്ളിൽ റെസ്റ്റോറന്റ് ഇല്ലെങ്കിലും തൊട്ടപ്പുറത്ത് തന്നെ മലയാളികളുടെ 1-2 റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സഫാരി സെന്ററിന്റെ നേരെ മുമ്പിലുള്ള ഭദ്ര ഹോം സ്റ്റേ എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ തീരെ മെയിൻ്റനൻസ് ഒന്നുമില്ല. അത് മാത്രമല്ല ഫുഡും ഇപ്പൊ അവിടെ ഇല്ല. ഭക്ഷണം കഴിക്കാൻ ഈ മല്ലികനഹള്ളിയിൽ തന്നെ വരണം. അപ്പൊ പിന്നെ ഇവിടെ തന്നെ റൂം എടുക്കുന്നതാണല്ലോ നല്ലത്. നമ്മൾ സഫാരിക്ക് പോയപ്പോൾ കണ്ട വയൽ നായ്ക്കൻ തന്നെയാണിത്. കൊച്ചികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഈ ലെസർ അഡ്ജറ്റൻ സ്റ്റോർക്ക്. 15 വയസ്സോളം ആയുസുള്ള ഈ കൊക്ക് ആവറേജ് ഒരു 5 കിലോ ഭാരമൊക്കെയാണ് ഉണ്ടാവുക. ഇത് ഒരു മരക്കൊമ്പിൽ ഓസ്പ്രേ എന്ന താലിപ്പരുന്തിരിക്കുന്നു. ദേശാടന പക്ഷിയായിട്ടുള്ള ഇവര് ലോകത്തിലെ ഒരുവിധം ജലാശയങ്ങളിലൊക്കെ കാണാറുണ്ട്. ഇത്ര മീൻ തന്നെയാണ് പ്രധാന ഭക്ഷണം. വേനൽക്കാലത്ത് കേരളം അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിച്ച് പിന്നെ യൂറോപ്പിലേക്ക് പറന്നുപോയി അവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിച്ച് തിരിച്ചു പറന്ന് ഇങ്ങോട്ടൊക്കെ വരാറുണ്ട് ഇത്ര ഇവര്. ഇങ്ങനെ ഒരുപാട് ദൂരം ദേശാടനം ചെയ്ത് സഞ്ചരിക്കുന്നവരാണ് ഓസ്പ്രേ. നമ്മുടെ ഗൈഡ് ബൈനോക്കുലറൊക്കെ വെച്ച് ചുറ്റും ഫുൾ ടൈം നോക്കിക്കൊണ്ടാണ് കേട്ടോ പോണത്. അങ്ങനെ പോകുന്ന വഴിക്ക് റിസർവോയറിന്റെ സൈഡിൽ ഒരു മരത്തിൽ ഇരിക്കുന്നു പുള്ളിപ്പുലി. ശരിക്കും ബോട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതിനെ ശ്രദ്ധിക്കുക പോലുമില്ല. അത്ര സൂക്ഷ്മമായിട്ട് നോക്കിയാലാണ് ഇങ്ങനെ ലെപ്പേർഡൊക്കെ മരത്തിലിരിക്കുന്നത് കാണാൻ പറ്റുള്ളൂ. ഇത് ഏകദേശം ഒരു 1.5 വയസ്സോളം മാത്രം പ്രായമുള്ള ഒരു സബ് അഡൽട്ട് മെയിൽ ലെപ്പേർഡ് ആണ്. നമ്മുടെ ബോട്ടിന്റെ സൗണ്ടൊക്കെ കേട്ട് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കുന്നൊക്കെ ഉണ്ട് കക്ഷി. നമ്മുടെ 4ാമത്തെ ലെപ്പേർഡ് സൈറ്റിംഗ് ആണിത്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരുന്നപ്പോൾ അത് പെട്ടെന്ന് താഴേക്ക് ചാടി കാടിനകത്തേക്ക് നടന്നുപോയി. അത് പെട്ടെന്ന് മരത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാത്ത കാരണം ക്യാമറ ഓണാക്കാനും പറ്റിയില്ല. ഇത് ഗ്രേറ്റ് തിക്നി എന്ന പെരുങ്കൊക്കനാണ്. ഇതുപോലെ ചരലും കല്ലുകളും ഒക്കെയുള്ള സ്ഥലത്താണ് സാധാരണ ഇവരുണ്ടാവാറുള്ളത്. കണ്ണെഴുതിയതുപോലെയുള്ള മുഖമൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഈ തിക്നിയെ കാണാൻ. ഈ സൈറ്റിങ്സ് ഒക്കെ കാണുമ്പോൾ ഇത് കൊള്ളാലോ സ്ഥലം, ഇവിടെ ഇത്രയും സൈറ്റിംഗ് ഒക്കെ ഉണ്ടോ എന്ന് തെറ്റിദ്ധരിക്കരുത്. 4 ബോട്ടിംഗ് അടക്കം ഞങ്ങൾ 16 സഫാരിയാണ് ഇവിടെ ബുക്ക് ചെയ്തത്. അതായത് ഒരു ദിവസം 4 സഫാരി വെച്ച് 4 ദിവസം നിന്നിട്ടാണ് ഇത്രയും സൈറ്റിങ്സ് കിട്ടിയത്. പിന്നെ ബ്ലാക്ക് പാന്തറിനെ പ്രതീക്ഷിച്ചാണെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇവിടെ ബ്ലാക്ക് പാന്തറിനെ സൈറ്റിംഗ് കിട്ടാറുണ്ട് അത്രേ. അതും ഇനി ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാട് കയറിയാൽ ഇനി അതും കൂടി കിട്ടിയെന്ന് വരില്ല. സോ ബ്ലാക്ക് പാന്തറിനെ പ്രതീക്ഷിച്ച് വരുന്നവർ ഇപ്പം തന്നെ പ്ലാൻ ചെയ്യണം. ഇനി ഇവിടെ നല്ല സൈറ്റിംഗ് കിട്ടാൻ ബോട്ടിംഗ് ആണോ സഫാരി ആണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സഫാരിയിലാണ് ബ്ലാക്ക് പാന്തറിനെ കാണാൻ പറ്റിയത്. പക്ഷെ ബോട്ടിങ്ങിലാണ് ഇവിടെ ലെപ്പേർഡിനെ കാണാൻ ചാൻസ് കൂടുതൽ. അങ്ങനെ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സ്വന്തം വണ്ടിയിൽ തന്നെ വരുന്നതാണ്. കാരണം JLR അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥലവും സഫാരി സെന്ററും തമ്മിലൊരു 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത്രയും ദൂരം വരാൻ ഇവിടെ ഓട്ടോയോ ബസ്സോ ഒന്നും കിട്ടാൻ അത്ര എളുപ്പമല്ല. പക്ഷേ നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്ത് JLRലാണെങ്കിൽ ദൂരെ നിന്ന് വരുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഫ്ലൈറ്റ് ആണ്. ശിവമോഗ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു അരമണിക്കൂറിൽ താഴെ മതി നമുക്ക് സഫാരി സെന്ററിലെത്താൻ. എയർപോർട്ടിൽ നിന്ന് 1000 രൂപയ്ക്കൊക്കെ ടാക്സി കിട്ടും. ഇനി ട്രെയിൻ നോക്കുകയാണെങ്കിൽ തരിക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ട്രെയിൻ ഉണ്ട്. തരിക്കര ഇറങ്ങി ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഭദ്രയിലെത്താം.
വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കടലിൽ തിരയടിക്കുന്ന പോലെയായി ഈ ഡാമിന്റെ വെള്ളം. നല്ല ശക്തിയിൽ കാറ്റുമുണ്ട്. നമുക്കാണെങ്കിൽ കരടിയും പുള്ളിപ്പുലിയും ഒക്കെ ആയിട്ട് നല്ല കാഴ്ചകളൊക്കെ കിട്ടിയെങ്കിലും അതിനേക്കാളൊക്കെ ഏറെ കരിമ്പുലിയെ കിട്ടിയ സന്തോഷമാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇതാണ് ഈ ഭദ്ര ഫോറസ്റ്റിലെ കഥ. ഈ സഫാരിയെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ളവർക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ കൂടുതൽ യാത്രയെക്കുറിച്ചും ബാക്കിയുള്ള അപ്ഡേറ്റ്സും ഒക്കെ വാട്സപ്പ് ചാനലിൽ നോക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.